കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഹെവി ലുക്ക് തരും ചെയ്യും, ലൈറ്റ് വെയ്റ്റും ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് പറ്റി ഒരു പേൾ ബീഡ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ബീഡാണ് കേട്ടോ, നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കട്ട് ബീഡ് ഉണ്ടല്ലോ, അതും ഇയർ ഹൂക്കും നൈലോൺ ത്രെഡും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ത്രെഡ് വെച്ചും ചെയ്യാം, കട്ടിയിൽ കോർത്തെടുത്താൽ മതി. പിന്നെ ഇത് ഈ നൂലിമ ഒന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 കമ്മലിനുള്ള ത്രെഡ് ഒറ്റ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഗ്ലൂ ഫുള്ളായിട്ട് തേച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നൈലോൺ ത്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഴകൾ അഴിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമുക്ക് കോർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു നൂലിൻ്റെ തുമ്പ് ഇങ്ങനെ പിളർന്നു വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റഭാഗമൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതുപോലെ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തും നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് ആ ഒരു തുമ്പും നമുക്ക് പെർഫെക്റ്റായിട്ട് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് B7000 ഗ്ലൂവോ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫാബ്രിക് ഗ്ലൂ എടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് എടുത്ത് ഒരു കമ്മലിലേക്ക് ആദ്യം നമ്മളൊരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഈ കട്ട് ബീഡ് നമ്മൾ സെൻറ്ററിലേക്ക് ത്രെഡിൻ്റെ സെൻറ്ററിലായി വരുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് വേണം ഇനി ബീഡ്സുകൾ കോർത്ത് കൊടുക്കാൻ. ത്രെഡിൻ്റെ 2 അറ്റവും ഇതുപോലെ നമ്മൾ പിടിച്ചിട്ട് സെൻറ്ററാക്കി വെക്കുക. ഇനി നമുക്ക് വീണ്ടും കട്ട് ബീഡ് തന്നെയാണ് കോർക്കേണ്ടത്. അപ്പോൾ ഏതാ സൈഡിലാണോ നിങ്ങൾ കോർക്കുന്നത്, റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ കോർക്കുക, ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് എടുക്കുക, ഈ ഒരു കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് നമ്മൾ ത്രെഡിനെ വലിച്ച് ഇതിനെ നമ്മൾ സെൻറ്ററിൽ ആ ഒരു കട്ട് ബീഡിലേക്ക് കൊടുക്കണം. 2 ത്രെഡ് ഒരേപോലെ വലിക്കണം, എങ്കിലേ കറക്റ്റ് ലെവൽ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ബീഡ് നീങ്ങിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിതിന് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ 2 കോർത്തു. ഞാനിവിടെ ആദ്യം തന്നെ 3 കട്ട് ബീഡ് കോർക്കുന്നുണ്ട് കേട്ടോ. ആ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര ബീഡ് വേണം എന്നുള്ളത്. 2 കോർത്ത് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും സെയിം അതേ രീതിയിൽ തന്നെ ഒരു സൈഡിൽ കട്ട് ബീഡ് കോർത്തിട്ട് ഓപ്പോസിറ്റിലെ ത്രെഡ് അതിലൂടെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് മോർണിംഗ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം പ്രതീക്ഷിക്കാത്ത യാത്രയായ കാരണം ഇന്നത്തെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. സൺഡേ എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ സൺഡേ ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഒരു സ്ഥലം വരെ പോയി. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതേ നമ്മൾ 3 കട്ട് ബീഡ് ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്റ്റൽ ബീഡാണ് കോർക്കുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഇട്ടു. നിങ്ങൾക്ക് സൈഡ് 2 സൈഡിൽ നമുക്ക് ക്രിസ്റ്റൽ ബീഡ് ഓരോന്ന് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ 2 സൈഡിൽ റൈറ്റിലും ലെഫ്റ്റിലും ക്രിസ്റ്റൽ ബീഡ് ഓരോന്ന് കോർത്തു. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ബ്ലാക്ക് ബീഡാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സൈസിലുള്ള ബീഡ് എടുക്കണം. നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ സൈസിനേലും ചെറിയ സൈസ് എടുക്കാം. നിങ്ങളിപ്പോൾ ബ്ലാക്ക് എടുത്തത് ഞാൻ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾ ഏത് ബീഡിൻ്റെ ആണോ കളർ എടുക്കുന്നത് അതിന് മാച്ച് ആവുന്ന ബീഡ് തന്നെ സെൻറ്ററിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കോർത്ത് 2 സൈഡും വലിച്ച് നമ്മൾ കട്ട് ബീഡ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മോഡൽ ഞാൻ കണ്ടുവച്ചിട്ട് കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പിന്നെ ഓരോ ക്ലാസ്സിൻ്റെയൊക്കെ തിരക്ക് കാരണം ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എടുക്കാം എന്നുള്ള രീതിയിൽ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇത് വേഗം ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു മോഡലാണല്ലേ. നമ്മളിങ്ങനത്തെ മോഡലൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ മാറ്റി വെക്കും. ഇനി അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് ബീഡ് വെച്ചിട്ടുള്ള ഒരുപാട് മോഡലുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. ഇനി ബ്ലാക്ക് ബീഡ് കോർത്തതിന് ശേഷം നമ്മൾ 2 ത്രെഡിലും ഓരോ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലെ ത്രെഡ് അതിലൂടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം വലിച്ചു കൊടുക്കുക. അതാ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബീഡ് ആ ചെറിയ ബീഡ് കോർത്തതിന് ശേഷം 2 സൈഡിലും ഓരോ ക്രിസ്റ്റൽ ബീഡ് കോർത്തു. അതിന് ശേഷം നമ്മുടെ കട്ട് ബീഡ് ഇട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ച് അതിനെ കോർത്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു രീതിയിൽ നിർത്തി കമ്മൽ ചെറിയ കമ്മലായിട്ട് നമുക്ക് ചെയ്യാം. സ്റ്റഡായിട്ട് ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കട്ട് ബീഡ് നമ്മളവിടെ ഓൾറെഡി കോർത്ത് കഴിഞ്ഞു. ഇനി 2 കട്ട് ബീഡും കൂടി കോർത്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റിൽ 3 കട്ട് ബീഡാണല്ലോ കോർത്തത്. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേണിൽ കൊടുക്കുന്ന കാരണം ഞാൻ 3 കട്ട് ബീഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2 കട്ട് ബീഡും കൂടി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ത്രെഡിൽ കോർത്ത് ഓപ്പോസിറ്റ് ത്രെഡിനെ ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്തതിനെ വലിച്ചെടുക്കണം. ഇനി ഞാൻ ഈ ഒരു പാറ്റേൺ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 കട്ട് ബീഡ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും
ആ ഒരു വൈറ്റ് പേൾ ബീഡ് ആ ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു യാത്ര ഉണ്ടായിരുന്നു, അത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ ഷമ്മുവിൻ്റെ വീട്ടിലേക്കാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ വരവൂർ പള്ളിയിൽ ആണ്ട് നേർച്ചയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ശനിയാഴ്ച ഒരു ലോങ് ട്രിപ്പ് യാത്ര ഉണ്ടായ കാരണം പോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്തോ രാവിലെ മനസ്സ് അനുവദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് തീരുമാനിക്കുന്നത് പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ പോയി, അങ്ങനെ ഷമ്മുൻ്റെ വീട്ടിൽ പോയി. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പള്ളിയിൽ പോയി ഭക്ഷണം മേടിച്ച് തിരിച്ച് അവിടെ വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വൈകിട്ടാണ് പോകുന്നത്. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇന്ന് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മോതിരമായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അത് കെട്ടിട്ട് അത് മോതിരമായിട്ട് യൂസ് ചെയ്യാം, ബ്രേസ്ലെറ്റ്, മോതിരം, മാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത്ര മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് പോലെ കെട്ടിട്ട് നമുക്ക് ഇയർ ഹൂക്ക് ഇവിടെ കോർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു രീതി, ഈ ഒരു മോഡൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മോഡലിലല്ല ചെയ്യുന്നത്, നമ്മൾ കട്ട് ബീഡ് ഇട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ബീഡിൽ തന്നെ അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാവുമ്പോൾ നമ്മളിവിടെ 2-3 കെട്ടിട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇയർ ഹൂക്ക് അതിലേക്ക് കോർത്ത് കൊടുക്കാം. സൈഡ് റിങ് ഇടണമെങ്കിൽ സൈഡ് റിങ് ഇടാം, ഇല്ലെങ്കിൽ ഇയർ ഹൂക്ക് ഡയറക്റ്റ് കോർത്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഒരു കട്ട് ബീഡ് ഇടുന്നുള്ളൂ, 3 കട്ട് ബീഡ് ഇടുന്നില്ല, ഒറ്റ കട്ട് ബീഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 3 കട്ട് ബീഡ് ഇട്ടാലും ഒറ്റ കട്ട് ബീഡ് ഇട്ടാലും ഒരേ രീതിയിലാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റിലെ പോലെ തന്നെ പാറ്റേൺ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 3 കട്ട് ബീഡിൽ അവസാനിപ്പിക്കാം. സെയിം മെത്തേഡാണ്, ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഒരു ത്രെഡിലേക്ക് കട്ട് ബീഡ് കോർത്ത് ഓപ്പോസിറ്റിലേക്ക് നമ്മൾ കോർത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കെട്ടിടുമ്പോൾ നമ്മൾ ഇയർ ഹൂക്ക് കോർത്തിട്ട് കെട്ടിടുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇയർ ഹൂക്കിനെ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡ് റിങ് കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം, എന്നിട്ട് അതിലേക്ക് ഇയർ ഹൂക്ക് കണക്ട് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇയർ ഹൂക്കിൻ്റെ ആ ഒരു ഹോളിലൂടെ ഒരു ത്രെഡ് കോർത്തെടുത്തിട്ട് ഓപ്പോസിറ്റ് ത്രെഡ് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ കെട്ടിട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒറ്റ കെട്ടിട്ട് കൊടുക്കുക, അതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 2 വട്ടം കോർത്ത് കെട്ടിട്ട് കൊടുക്കണം. ബ്രേസ്ലെറ്റൊക്കെ കെട്ടുന്നത് ഞാൻ പല രീതിയിൽ എലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ മോൾഡറിൽ തന്നെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അതങ്ങനെ കെട്ടിടുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടോ കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കമ്മൽ നിൽക്കും. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ലൂസില്ലാതിരുന്നാൽ മതി ബീഡിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ഒരു വട്ടം കോർത്തു, ഫസ്റ്റിൽ ഒറ്റ കെട്ട് നമ്മൾ കൊടുത്തു, അതിന് ശേഷം ത്രെഡ് 2 വട്ടം അതുപോലെ കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 വട്ടം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തോളൂ ഈ രീതിയിൽ കെട്ടിടുന്നത്, എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഷമ്മുവിൻ്റെ അവിടെ ചെന്നിട്ട് കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പറയും കേട്ടോ പോകുമ്പോൾ. പക്ഷേ ഞങ്ങൾ ഒറ്റ പ്രാവശ്യം എടുക്കാറില്ല, കാരണം ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞ് നേരം കഴിയാം. എത്ര വരെ ഫോണിൽ സംസാരിച്ചിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാലും ഞങ്ങളുടെ വർത്താനം പറഞ്ഞ് കഴിയില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇനി അടുത്ത പ്രാവശ്യം നമുക്കതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ത്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ആ ഗ്ലൂ ഒരു ലേശം ആ കെട്ടിട്ട് കൊടുത്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ, ആ ത്രെഡ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്മൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷമ്മുവിൻ്റെ എൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയൊക്കെ പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മോളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട്